ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അഡിഷനൊക്കെ പഠിപ്പിച്ചു. മുൻപത്തെ വീഡിയോ കാണാത്തവർ കാണുക, മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, എന്നാലേ മനസ്സിലാവൂ. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. -2 × -3. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ മൈനസിൻ്റെ എണ്ണം നമ്മളൊന്ന് നോക്കുക. കണ്ടോ, ഈ ക്വസ്റ്റ്യനിൽ 1, 2, ഇതിനകത്തോ ഒരെണ്ണം, ഇതിനകത്തോ ഒരെണ്ണം, ഇതിനകത്തോ 3 എണ്ണം, ഇതിനകത്തോ 2 എണ്ണം. അപ്പോഴെപ്പോഴും ശ്രദ്ധിക്കുക, 2 മൈനസ്, ക്വസ്റ്റ്യനകത്ത് 2 മൈനസ്, 4 മൈനസ്, 6 മൈനസ് അങ്ങനെയൊക്കെ വന്നാൽ ആൻസർ പോസിറ്റീവിലായിരിക്കും. അതായത് ഈവൻ നമ്പർ ആയിട്ട് വന്നാൽ, ഇപ്പോൾ 2 മൈനസ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ പോസിറ്റീവിലായിരിക്കും. ഇവിടെ ആൻസർ പോസിറ്റീവാണ്. പോസിറ്റീവ് ഇല്ലെങ്കിൽ ഇവിടെ പോസിറ്റീവ് ഉണ്ടെന്നാണ് അർത്ഥം. എന്നിട്ട് ആ നമ്പർ തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. കണ്ടോ, 2, 3, 6. ഇവിടെ എത്ര മൈനസ് ഉണ്ട്? ഒറ്റ മൈനസേ ഉള്ളൂ. കണ്ടോ, ഇവിടെ ഒറ്റ മൈനസേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ മൈനസ്. ഒറ്റ മൈനസ് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്. ഇവിടെ കണ്ടോ 3 നമ്പറുണ്ട്, അല്ല 3 നെഗറ്റീവ് ഉണ്ട്. ഈ 3 നെഗറ്റീവ് എന്ന് പറയുന്നത് ഓടാണ്. 3 എന്ന് പറയുന്നത് ഓഡ്. അപ്പോൾ 3 എണ്ണം വന്നതുകൊണ്ട് എന്താ ഒരു മൈനസ് കൊടുത്തു. പിന്നെ ആ നമ്പർ തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ, എല്ലാത്തിലും നമ്പർ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തങ്ങ് വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഇത് കണ്ടോ, 2 നെഗറ്റീവ് ഉണ്ട്. 2 നെഗറ്റീവ് വന്നാൽ അത് പോസിറ്റീവാണ്. കണ്ടോ, ഇവിടെ എത്ര നെഗറ്റീവ് ഉണ്ട്? 3 നെഗറ്റീവ്, അതുകൊണ്ട് അത് നെഗറ്റീവ് കിട്ടി. ഇവിടെ 2 നെഗറ്റീവ്, അതുകൊണ്ട് അത് പോസിറ്റീവ് കിട്ടി. കണ്ടോ, ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇവിടുത്തെ എണ്ണം നോക്കുക. 1, 2, 3, 4. 4 നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അത് പോസിറ്റീവിലാണ്. ഇവിടെ കണ്ടോ 2 നെഗറ്റീവ്, അതിൻ്റെ ആൻസർ പോസിറ്റീവിലാണ്. എന്നിട്ട് മണ്ടയിലത്തെ നമ്പർ തമ്മിൽ ഇൻറ്റു ചെയ്ത് വയ്ക്കുക. 1, 3, 3, 3, 5, 15. 2, 4, 8, 8, 6, 48. ഇനി ഇതിനെ സോൾവ് ചെയ്യുക. 3 × 5 15 ആണ്. 3 × 16 48. അതിനെ എന്ത് ചെയ്യുക? വെട്ടുന്നു. ബാക്കി 5/16 എന്ന് പറഞ്ഞ് കിട്ടും. കണ്ടല്ലോ, അതുപോലെയാണിതും. ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൈനസ് താഴെയാണ് കിടക്കുന്നത്. ഈ മൈനസ് താഴെ കിടക്കുന്നതും ഇപ്പം മൈനസ് മണ്ടയിലോട്ട് കൊടുക്കുന്നത്, ഇപ്പം -1/2 എന്ന് എഴുതുന്നതും ഒന്ന് തന്നെ സെയിം ആണ് കേട്ടോ, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവിൻ്റെ എണ്ണം ഒന്ന് എടുത്ത് നോക്കുക. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൻസറിനകത്ത് ഒരെണ്ണം കാണും. അതോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്യുക മണ്ടയിലുള്ളത്. 1, 4, 4, 2, 6, 12. ഇതിൻ്റെ പകുതി എടുക്കുക. ജസ്റ്റ് സോൾവ് ചെയ്യാനൊക്കെ മുൻപത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി നല്ലതുപോലെ മനസ്സിലാക്കുക. ആ മൈനസ് അതിൻ്റെ കൂടെ തന്നെ എഴുതുന്നതാണ്. കണ്ടോ, പകുതി എടുത്ത് പോയാൽ മതി. ഇതും അതുപോലെയാണ്. കണ്ടോ, നെഗറ്റീവ് മണ്ടയിലും കൊടുത്താൽ മതി. എന്നിട്ട് മണ്ടയിലത്തെ നമ്പരെല്ലാം അങ്ങ് ഇൻറ്റു ചെയ്യുക, താഴത്തെ നമ്പരെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ഇട്ട് തന്നെ വെട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. 6 ഇട്ട് ഇതിനെ വെട്ടാം, 6 ഇട്ട് വേണമെങ്കിൽ ഇതിനെ വെട്ടാം, 4 ഇട്ട് വേണമെങ്കിൽ ഇതിനെ വെട്ടാം. ഇവിടെ ഇട്ട് വേണമെങ്കിൽ സോൾവ് ചെയ്തിട്ട് ബാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ 3 × 18 54 ആണ്. 6 × 4 24 ആണ്. ആ നെഗറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉള്ളത് അങ്ങ് മണ്ടേ കൊടുത്തു. അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് മണ്ടേ കൊടുക്കുക. ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആൻസർ മൈനസിലായിരിക്കുമല്ലോ ഓഡ് നമ്പറിൽ. ഇപ്പോൾ ഈവൻ നമ്പർ 2, 4, 6, 8 ക്രമത്തിൽ മൈനസ് വന്നാൽ അത് പോസിറ്റീവാണ്. 1, 3, 5, 7 അങ്ങനെയൊക്കെ നെഗറ്റീവ് വന്നാൽ ആ എണ്ണത്തിലാണ് മൈനസ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ആൻസറിനകത്ത് മൈനസ് കാണും. അപ്പോൾ ആ മൈനസ് എടുത്ത് ഇവിടെ കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ പകുതി എടുത്ത് പോയാൽ മതി. കണ്ടോ, ഇതിൻ്റെ പകുതി ഇത്, ഇതിൻ്റെ പകുതി ഇത്. ഇതൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. അത് നല്ലതുപോലെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇതിനെ മാറ്റുക. ഇതിൻ്റെ പകുതി എടുക്കാൻ പറ്റും, ഇതിൻ്റെ പകുതി എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പം ഫാക്ടേഴ്സ് ആക്കി മാറ്റുക. 3 × 4, 3 × 9 ഒരേ നമ്പർ വരുന്ന രീതിയിൽ വേണം മാറ്റാൻ. അപ്പോൾ വെട്ടുമ്പോൾ 9/4 എന്ന് കിട്ടും. ഈ 9/4 ആണ് നമുക്ക് ആൻസറായിട്ട് -9 ആ മൈനസ് കൊണ്ട് ചേർത്തങ്ങ് എഴുതിയാൽ മതി. ഓക്കെ.